ഓളം ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ അത് അടുത്ത പരിപാടി എത്തി. ലസ്റ്റർ മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് സീസൺ 2. സീസൺ 1 കഴിഞ്ഞാണ് നല്ല ഗംഭീരമായിട്ടൊക്കെ നടത്തിയല്ലോ. പക്ഷേ ഇത്തവണ സീസൺ 2 അതിലും ഗംഭീരമായിട്ടാണ് നടത്തിയത്. അത് നടത്തിയതോ ലസ്റ്ററിലെ സദേൺ സ്പൈസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ക്രിസ്മസിന് വേണ്ടി തന്നെ റെസ്റ്റോറൻറ്റ് ഒരുമാതിരി നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ പ്രോഗ്രാമും കൂടെ വരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല ഗംഭീരമായിട്ടുള്ളൊരു വേദിയായിരുന്നു ഇത്തവണ LMCC അറേഞ്ച് ചെയ്തത്. അതിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചുമ്മാ ഒരു പ്രോഗ്രാം നടത്തുക മാത്രമെന്നല്ല, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൽ ലെസ്റ്ററിലുള്ളവരിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു കിങ്ങിനെയും ക്യൂനിനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടിയായിരുന്നു. അതുമല്ലാതെ നന്നായിട്ട് ഇൻഫ്ലുവൻസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, നല്ല രീതിയിൽ ചാനൽസ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കൊക്കെ കുറേ അവാർഡ്സും അവർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ നന്നായിട്ട് പണിപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഈ പരിപാടിയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് കലാപരിപാടികൾ അവർ മിക്സപ്പ് ചെയ്തിരുന്നു. ഇത്തവണ ലെസ്റ്ററിൽ തന്നെ ഉള്ളവരും പുറത്തു നിന്നുള്ളവരുടെയും കലാപ്രകടനങ്ങൾ ഞങ്ങൾ ആ വേദിയിൽ കണ്ടു. കുട്ടികളും വലിയവരും ഒക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസുകളായിരുന്നു അതിനിടയിൽ കാഴ്ചവെച്ചത്. ഇനി അതുമാത്രമല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഹീറോസാണ് ഇപ്പോൾ നിലവിൽ ഈ ഫീൽഡിൽ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നവർ. അപ്പോൾ UK നിലവിൽ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഫീൽഡിൽ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്നവരെ ഉൾപ്പെടുത്താനായിട്ട് ഓർഗനൈസേഴ്സ് ഒരു എഫേർട്ട് എടുത്തു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അവരെ നേരിട്ട് കാണാനും പറ്റി, പിന്നെ അവരുടെ പഴയ സ്റ്റോറീസൊക്കെ കേൾക്കാൻ പറ്റി. കാരണം നമ്മളിപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു, അവരെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിന്ന് സക്സസ്ഫുൾ ആയത് എന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ അവരെ നേരിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ വിവിധ മേഖലയിൽ കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല മിടുക്കർക്കും മിടുക്കികൾക്കും ഒക്കെ അവാർഡുകൾ കൊടുക്കുകയുണ്ടായി. പിന്നെ അതല്ലാതെ ഒരു കിങ്ങിനെയും ക്യൂനിനെയും കണ്ടുപിടിക്കുകയുണ്ടായി. നല്ല ഫോളോവേഴ്സും നല്ല വ്യൂസും ഒക്കെ ഉള്ള ഒരു കിങ്ങിനെയും ക്യൂനിനെയും ഒക്കെ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്, ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും കൂടിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സ്പോൺസേഴ്സിൻ്റെ കാര്യം കേട്ടോ. ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്. മെയിൻ സ്പോൺസറായിട്ട് ഗിലാനീസ് സൂപ്പർ മാർക്കറ്റായിരുന്നു. പിന്നെ അതുപോലെ ഒരു നല്ല സ്പോൺസറായിരുന്നു സദേൺ സ്പൈസ് റെസ്റ്റോറൻറ്റും. പിന്നെ ഇവരുടെ ഫുഡുണ്ടല്ലോ അസാധ്യം, ഒന്നും പറയാനില്ല. കാരണം ഏതൊക്കെ വെറൈറ്റി ഫുഡ് വേണോ എല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കഴിച്ച് അങ്ങ് വയറങ്ങ് എത്തി എന്ന് പറയാം. എല്ലാത്തിനും നല്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് ശരിക്കും മനസ്സും വയറും നിറഞ്ഞ് നല്ലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അന്ന് ആ രാത്രി അവിടെ നിന്ന് പിരിഞ്ഞത്. അങ്ങനെ ഗംഭീരമായിരുന്നു സീസൺ 2. സീസൺ 1 കഴിഞ്ഞപ്പോഴാണ് ഇടയ്ക്കൊരു ബ്രേക്ക് ഇട്ട എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന ആലോചനയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. അങ്ങനെ അത് വന്നതായപ്പോൾ സീസൺ 2 ഞാനൊരു കണ്ടന്റ് ക്രിയേഷൻ്റെ പിച്ച് വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി അടുത്ത കാത്തിരിപ്പ് സീസൺ 3 വേണ്ടിയിട്ടാണ്.